എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഹലോ ഗൈസ്. അപ്പോൾ യേശു രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരമായി എഴുന്നേറ്റിട്ട്, പക്ഷെ ഇപ്പോഴാണ് നല്ല വെയിലൊക്കെ വന്ന് കുറച്ച് വെളിച്ചം വന്നത് കേട്ടോ. അപ്പോൾ അതന്നെ സൺ ഇപ്പോഴാണ് വന്നത്, അതുകൊണ്ട് നമ്മൾ ഇൻട്രോ ഇപ്പോഴാണ് എടുക്കുന്നത്. ഓൾറെഡി നമ്മൾ ദോശ വെച്ച് കഴിഞ്ഞു, ഞാൻ കഴിച്ചു, ഇസാക്കിന് നമ്മൾ ഫുഡ് കൊടുത്തു. പിന്നെ യേശു ഇപ്പോൾ എഴുന്നേറ്റ് വന്ന് ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇസാക്ക് ഒന്നല്ല രാവിലെ കഴിച്ചത്? ഇസാക്ക് രാവിലെ മുട്ടയാണ് കഴിച്ചത്. മുട്ട ജസ്റ്റ് ഒന്ന് നെയ്യിൽ ചിക്കി പൊരിച്ചിട്ട് അവന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ഇരുന്ന് കഴിക്കും. പിന്നെ ദോശ ഞാൻ റാഗി ദോശയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ജനല തുറന്നിടും. പിന്നെ നമുക്കിവിടെ നമ്മുടെ ഒരു വേലക്കാരി ഉണ്ട്, അവളെ നമ്മളിങ്ങനെ മുട്ടിൽ പോയി ഒന്ന് തട്ടി ഉണർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വന്ന് ക്ലീൻ ചെയ്യും. അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. വാക്യൂം ക്ലീനറിനെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പുതിയ അപ്പാർട്ട്മെന്റിലോട്ട് മാറിയിട്ടുള്ള ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് പോരാനിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് അതല്ലാണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആദ്യത്തെ വ്ളോഗാണ് ഇത്. അപ്പോൾ ഞങ്ങൾ ആദ്യം മുൻപുണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NRW എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിൽ ആഹൻ എന്ന് പറഞ്ഞൊരു സിറ്റിയിലായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് മാറി, നോർത്തിൽ നിന്ന് മാറി സൗത്തിലോട്ട് വന്നിരിക്കുകയാണ്. യേശുവിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സൗത്തിൽ ഈ ഒരു സ്റ്റേറ്റിൻ്റെ പേര് ഈ പേര് പറയുമ്പോൾ എനിക്ക് ഇത്തിരി നാവ് കുഴയും. ബാഡൻ വുട്ടംബർഗ് അങ്ങനെയാണ് ഞാൻ ഇവിടെ എഴുതി കാണിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചെടുത്തോളൂ. ഇവിടെ നമ്മൾ ലാർ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞൊരു സിറ്റി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞൊരു സിറ്റിയിലോട്ടാണ് താമസം മാറിയിരിക്കുന്നത്. ഈ ഒരു സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഇങ്ങനെ പഴയ അതായത് ജനലകളൊക്കെ എപ്പോഴും തുറന്നിട്ട കുറേ ബിൽഡിങ്ങുകൾ, നല്ല ഭംഗിയാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാം, പഴയ ബിൽഡിങ്ങുകളാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കിയിട്ട് എങ്ങോട്ട് നോക്കിയാലും കാടുകൾ കാണാം. അതായത് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ നമ്മളതിനെ ഒരു ഇടുക്കി ഭാഗത്തോട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ അതായത് ആ ഒരു ഇതാണ് ഇപ്പോൾ. എന്ന് വെച്ച് ഇവിടെ സൗകര്യങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം അതുകൂടെ ഉണ്ട്. നല്ല സൗകര്യമുള്ള ഒരു കുഞ്ഞൊരു സിറ്റിയാണ്, നല്ല ഭംഗിയുള്ള സിറ്റിയാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ മാർച്ചിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റായി വന്നത്. ഇതാണ് നമ്മുടെ അപ്പോൾ പുതിയ അപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഇവരെ രണ്ടുപേരും നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് ഈ കുട്ടി പുതിയതാണ്. ഈ കുട്ടിയുടെ പേര് എന്താ പേര് പറഞ്ഞു കൊടുത്തത്? ഇസാക്ക് എന്ന് നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അതായത് ഇസഹാക്കിൻ്റെ നമ്മൾ വെട്ടിക്കളഞ്ഞു, എന്നിട്ട് ഇസാക്ക് അതാണ് മിഡിൽ നെയിം. ഫസ്റ്റ് നെയിം എന്താ പറയേ? ഫസ്റ്റ് നെയിം എസക്കിയേൽ ഇസാക്ക്. യേശുവിൻ്റെ പേര് പറഞ്ഞു കൊടുത്ത? ഇസു അല്ല, എസ്തർ ഇസബൽ. ഈ കുട്ടിയുടെ മുടി ഞാൻ നമ്മുടെ സലൂണിലൊക്കെ പോയി വെട്ടണ പോലെ നല്ല സ്റ്റൈലായിട്ട് വെട്ടാൻ നോക്കിയതാണ്. പക്ഷെ വെട്ടി വന്നപ്പോൾ അത് ഷുപ്പാട്ടിനെ പോലെ. ചെറിയുടെ അവിടെ നിന്ന് ഞാൻ വെട്ടിക്കളഞ്ഞപ്പോൾ അത് ഷുപ്പാണ്ടിനെ പോലെ. 2 മാസം കഴിഞ്ഞ ബർത്ത്ഡേയാ, അപ്പേക്ക് മുടി വളരുമോ? ഇത് വലുതാവണൊക്കെ മുൻപ് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാനല്ലേ. ഇവനെ ഇട്ട് പെരുമാറും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവർക്ക് 2 പേർക്കും ഇവനെ ഞാൻ എന്നില്ല ഇപ്പോൾ ഡേ കെയറിലോട്ട് വിടുന്നില്ല. പക്ഷെ യേശുവിന് ഡേ കെയർ ഇതുവരെ റെഡി ആയിട്ടില്ല. യെസ്, ഇവൻ്റെ ജൂലൈയിലാണ്, അതായത് 2 മാസം ജൂലൈയിലാണ് ഇവൻ്റെ ബർത്ത്ഡേ വരുന്നത്, ഫസ്റ്റ് ബർത്ത്ഡേ. പിന്നെ അത് കാരണം ഇവനെ കുട്ടിയിലോട്ട് നമ്മൾ വിടുന്നില്ല. യേശുവിൻ്റെ പോലെ ബിഗ് ആവണം. യേശു ആണെങ്കിൽ 1.5 വയസ്സ് തൊട്ട് ഡേ കെയറിൽ പോയി തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇപ്പോൾ അപ്പോൾ യേശു ഡേ കെയറിലത്തെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ യേശു 1.5 വയസ്സ് തൊട്ട് ഡേ കെയറിൽ പോയി തുടങ്ങിയതാണ് അവിടെ പണ്ടുള്ള സിറ്റിയിൽ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ആൾക്കത് നിന്നപ്പോൾ ഭയങ്കര ബോറടിയാണ് ആൾക്ക് തീരെ സഹിക്കാൻ പറ്റണല്ലേ വീട്ടിലിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ പണ്ടത്തെ ഡേ കെയറിനെ കുറിച്ച് പറയലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണ്. ഇപ്പം തന്നെ അതാണ് പറഞ്ഞത്. അവിടുത്തെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നോവ. അപ്പം നോവയ്ക്ക് ഇസാക്കിനെ കാണിച്ചു കൊടുക്കും എന്നാണ് ഇപ്പം പറഞ്ഞത്. പിന്നെ എസ്തറും പിന്നെ വേറെ ആരൊക്കെയായിരുന്നു യേശുവിൻ്റെ ഫ്രണ്ട്സ് അവിടെ?
മറന്ന നോവ, എസ്തർ, പിന്നെ ടോം, പിന്നെ മിലി ഉണ്ടായിരുന്നു, പിന്നെ അഗവാൻ, പിന്നെ പിന്നെ ആരുമില്ലേ, കഴിഞ്ഞു. അതിൽ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡേ കെയർ സെറ്റായിട്ടില്ല. പിന്നെ സെറ്റാവാത്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കിൻഡർ ആർട്സ്, അതായത് പീഡിയാട്രിഷ്യൻ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. കിൻഡർ ആർട്സ് എന്ന് പറഞ്ഞ യശുവിൻ്റെ ഡോക്ടർ, യശുവിന് അസുഖം വരുമ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാറില്ല. ആ ഡോക്ടറിൻ്റെ പേരാണ് കിൻഡർ ആർട്സ്, അതായത് ഇഞ്ചക്ഷൻ വെച്ച് തരുന്ന ഡോക്ടർ. അപ്പോൾ ഇവിടേക്ക് മാറി വന്നതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അതായത് ഈ സിറ്റിയിലുള്ള എല്ലാ പീഡിയാട്രിഷ്യന്മാരെയും ഞാൻ വിളിച്ചു കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ ഇവിടേക്ക് മാറി വരുന്നേക്കാൾ മുൻപേ അവരെ വിളിച്ചായിരുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ സിറ്റിയിലോട്ട് മാറി വരുന്നത് അപ്പം നമ്മൾ ഈ സിറ്റിയിലോട്ട് മാറി വരുന്നതിന് മുൻപേ നമ്മൾ ഇവിടെയുള്ള ഡോക്ടർമാരെ മെയിൽ അയച്ചായിരുന്നു. അപ്പം തൊട്ട് അവരെ റിജക്റ്റ് ചെയ്യായിരുന്നു. അതായത് അവർക്ക് പുതിയ കുട്ടികൾ എടുക്കാനായിട്ടുള്ള സ്ഥലം ഇവിടെ ഇല്ല, ഇവിടെ ഫുള്ളാണ്, അതുകൊണ്ട് നിങ്ങൾ വേറെ ഡോക്ടറെ നോക്കൂ എന്നാണ് അവർ റിപ്ലൈ മെയിൽ തന്നിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ സിറ്റിയിൽ എത്തിയതിന് ശേഷം ഈ സിറ്റിയിലുള്ള എല്ലാ ഡോക്ടർമാരെയും ഞാൻ വിളിച്ചു. അവർക്ക് ആർക്കും ഇവരെ എടുക്കാൻ പറ്റില്ല, പുതിയ കുട്ടികൾ എടുക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ല, അവർ വേറെ ഡോക്ടറെ നോക്കാനാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ ഈ സിറ്റി വിട്ട് പിന്നെ അടുത്ത സിറ്റിയിലോട്ട് നോക്കി തുടങ്ങി. അതായത് ഈ സിറ്റീൻ്റെ ചുറ്റും കിടക്കുന്ന മറ്റ് സിറ്റിയിലോട്ടൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഈ സിറ്റിയിലത്തെ, അതായത് ലാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സിറ്റിയിലത്തെ കുട്ടികളെ എടുക്കില്ല, അവരവരുടെ സിറ്റിയിലത്തെ കുട്ടികളെ മാത്രമേ എടുക്കൂ. ഓക്കെ, അടിപൊളി. അപ്പം നമ്മൾ എന്ത് ചെയ്തു, പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എമർജൻസി, അതായത് 116 117 ഇതിലോട്ട് വിളിക്കാം. പിന്നെ ഇവിടുത്തെ ആംബുലൻസ് സെൻറ്റർ എന്ന് പറയുമ്പോൾ, അതായത് നക്കി തന്നെ, പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ തന്നെയുള്ള നമുക്കിപ്പോൾ എമർജൻസി ആയിട്ട് ഇങ്ങനെ പോയി വരാം, അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ ഡോക്ടർ ലിബ് ഉണ്ട്, അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ട്. പക്ഷെ ഇവിടെ ഒക്കെ ചെയ്തിട്ടും ഇവർക്ക് ആർക്കും കുട്ടികളെ എടുക്കാൻ പറ്റില്ല. ഇവർ പറയുന്നത് ഏറ്റവും അവസാനം ഞാൻ ഇവിടുത്തെ ഒരു ക്ലിനിക്കിലോട്ട് പോയി, അവരാണെങ്കിൽ ഒരു മിനിറ്റ് വീണ്ടും അലമ്പായി തുടങ്ങിയിട്ടുണ്ട്. കൊടുത്തു. അവരാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചു, എനിക്കിങ്ങനെ ഞങ്ങളിവിടെ പുതിയത് മാറി വന്നവരാണ്, ഞങ്ങൾക്ക് എനിക്ക് 2 പിള്ളേരുണ്ട്, ഇതുവരെ ഡോക്ടറായിട്ടില്ല, ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ എടുക്കില്ല എന്നാണ്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, ഇവിടെ എടുക്കില്ല, ഇവിടെ ഫുള്ളാണ്. ന്യൂ ബോൺസ് ആണെങ്കിൽ അവർ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? കാരണം ഇവന് 2 വാക്സിൻ വരുന്നുണ്ട്, ഒരു വയസ്സിലത്തെ വാക്സിൻ, പിന്നെ ഇവർക്ക് എക്സാമിനേഷൻ, അതായത് നോർമൽ ചെക്കപ്പിനും നമുക്കിവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡോക്ടറിൻ്റെ അടുത്തോട്ടാണ് പോകേണ്ടത്. പിന്നെ യസുവിന് 5 അല്ലെങ്കിൽ 6ാമത്തെ വയസ്സാകുമ്പോൾ ഇഞ്ചക്ഷൻ വരുന്നുണ്ട്, വാക്സിൻ. ഇപ്പൊ 4 ആണ് കേട്ടോ, ഇപ്പൊ 4 റണ്ണിങ് ആണ്. അപ്പോൾ ഇതെല്ലാത്തിനും ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളുടെ ഇൻഷുറൻസുകാരോട് ചോദിക്കാനാണ് പറഞ്ഞത്. ടി കെ ആണ് ഞങ്ങളുടെ ഇൻഷുറൻസ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവരെ കോൺടാക്ട് ചെയ്തു. അവരെ കോൺടാക്ട് ചെയ്തിട്ടും അവർ ഇപ്പോൾ എന്നും മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ അതൊക്കെയാണ്, നിങ്ങളും നോക്കൂ ഞങ്ങളും നോക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ എപ്പോഴും മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റിയിലോട്ട് വന്നിട്ട് നമുക്ക് ആകെ കൂടി തോന്നിയ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പാർട്ട്മെൻറ്റ് ആയാലും നല്ല സൗകര്യമുള്ളതാണ്. പിന്നെ നമുക്ക് തൊട്ടടിയിൽ തന്നെ DM ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഹൗസ് ആർട്സ്, അതായത് നമ്മുടെ ഫാമിലി ഡോക്ടർ തൊട്ടപ്പുറത്താണ്. ഞങ്ങളുടെ നൈബർ അവരാണ് വരുന്നത്. പിന്നെ അപ്പുറത്ത് ഗൈനക്കോളജിസ്റ്റിൻ്റെ ഡോക്ടറുണ്ട്, പല്ലിൻ്റെ ഡോക്ടറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ചുറ്റും ഉള്ളത് ഡോക്ടേഴ്സിൻ്റെ ക്ലിനിക്സ് ആണ്. പിന്നെ മുകളിൽ ഒരു പഞ്ചാബി ചാട്ടനുണ്ട്. പിന്നെ കുറച്ച് പേരുണ്ടാവും, ഞങ്ങളത് കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു 8-7 മിനിറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകൾ എത്തും, പാർക്കുകൾ, തൊട്ടടുത്ത് പാർക്കുണ്ട്. എല്ലാം കൊണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
മുൻപുണ്ടായിരുന്ന സിറ്റിയിൽ പ്രായം ചെന്നവരായിരുന്നു കൂടുതലും. ഇപ്പം നമ്മൾ ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ പ്രായം ചെന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഈ ഒരു സിറ്റിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായം ചെന്ന ആൾക്കാർ കുറവാണ്. ഇവിടെ കൂടുതലും യങ്സ്റ്റേഴ്സ്, യോയോ പിള്ളേരാണ് ഇവിടെ കൂടുതലും. പിന്നെ എപ്പോഴും എക്സസൈസ് ചെയ്യേണ്ടത് അതും ഇതായിട്ട് എന്തൊരു ബന്ധമില്ലല്ലോ. പിന്നെ ഇവിടെ ഫാമിലി ആയിട്ട് നിൽക്കുന്നവരാണ് കൂടുതലും വീട്ടിൽ. പിന്നെ ഇവിടെ പിന്നെ ഇവിടെ ഫാമിലി ആയിട്ട് നിൽക്കുന്നവരും ഉണ്ട്, കുറേ കുട്ടികളുണ്ട്, പ്രായം ചെന്നവരും ഉണ്ട്. പക്ഷെ മുന്നത്തെ സിറ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അതെ, ഇപ്പം 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കൂടുതലും ജർമ്മൻസ് ഉണ്ട്. പിന്നെ ഇവിടെ മറ്റേ മുസ്ലിംസ്, തുർക്കി എന്നൊക്കെ വന്ന അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കുറേ മുസ്ലിംസ് ഉണ്ട് ഇവിടെ. യെസോ പിന്നെ പിന്നെ റഷ്യ ആ ഒരു ഇത് ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ആൾക്കാർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് നമ്മുടെ ജർമ്മൻസിനേക്കാളും എൻ്റെ കുറച്ചുകൂടിയും സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ റഷ്യൻ ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനത്തെ ആൾക്കാരെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അവരങ്ങനെ ചിരിക്കൊന്നുമില്ല കേട്ടോ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിലാണ് ഇങ്ങനെ മുഖം പിടിച്ച് നടക്കാം. അതെ, അപ്പോൾ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ഫ്രണ്ട്ലി ഒക്കെയാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് രാജ്യങ്ങൾ മാറുമ്പോഴുള്ള കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ റേസിസം എന്നല്ല പറയുന്നത്, പക്ഷെ കുറച്ചുകൂടിയും എനിക്ക് തോന്നിയതാണ് ജർമ്മൻസിനേക്കാളും കുറച്ചുകൂടിയും സീരിയസ് ആണ് അവരെന്നുള്ളത്. വിടുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡെയിലി വ്ളോഗിൽ ഇങ്ങനെ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ കിച്ചൺ ഞാൻ കിച്ചൺ അപ്പം ഇനി ആകെ അലമ്പായിട്ടാണ് കിടക്കുന്നത്. സാമ്പാറും ദോശയൊക്കെ നമുക്ക് വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കള ആകെ അലങ്കോലാവും. അപ്പോൾ ഇത് ഇനി ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇവൻ അലമ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമ്മൾ അഴിച്ചു വിടാൻ പോവുകയാണ്. അവന് ദേഷ്യം വന്ന് അവനിങ്ങനെ ചെവിയൊക്കെ മാന്തു. പിഷ്കാവും. അവൻ എൻ്റെ മൈക്ക് എടുക്കാനാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ നമ്മളിനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിലോട്ട് പോകും. പിന്നെ അങ്ങനെ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇവരെ 2 പേരും നോക്കിയിരിക്കലാണ് പണി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവർ കുറച്ച് നേരം ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അവർക്ക് പാട്ട് വെച്ച് കൊടുക്കും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മ്യൂസിക് വിത്ത് ബോഡി ഷോ എന്ന് പറയില്ല, അതേപോലെയാണ്. പാട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഡാൻസ് കളിക്കും. അപ്പോഴാണ് അവരുടെ പകുതി എനർജി, പ്രത്യേകിച്ച് എസുവിൻ്റെ പകുതി എനർജിയും ഞാൻ അങ്ങനെയാണ് കുറയ്ക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ എനർജി ഫുൾ എൻ്റെ നെഞ്ചത്തോട്ട് അവൾ എടുക്കാൻ വരും. അപ്പോൾ അതിന് മുൻപ് ഞാൻ ആ എനർജി കുറയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പാട്ട് വെച്ച് കൊടുത്തിട്ട് ഡാൻസ് കളിക്കാൻ പോവാണ്. ആ ഡാൻസ് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ള ഞങ്ങളുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഗാർഡൻ ഇല്ല, ബാൽക്കണി ഇല്ല. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെടികളൊക്കെ വീടിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി സ്പ്രിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ചെടികളൊക്കെ വാങ്ങിച്ച് വെക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെടികൾ വാങ്ങിച്ച് വെച്ചതാണിത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. മണി പ്ലാന്റ്. പിന്നെ ഈ ചെടികളൊക്കെ നമ്മളിപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ കറ്റാർവാഴ ഇതേപോലെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് ഒരു വട്ടം വെച്ച് അത് എല്ലാം വലുതായി നമ്മളത് വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും മുളച്ച് വന്നതാണ് ഈ 3 എണ്ണം. പിന്നെ ഇത് ഒരു പറമ്പിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ സാധാരണ ചെടി. ഇത് നമ്മുടെ പനിക്കൂർക്കയാണ്. ഇത് ഇവിടെയുള്ള ഒരു ആളുടെ നിന്ന് നമുക്കിങ്ങനെ പനിക്കൂർക്ക നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഉള്ളതാണ് കേട്ടോ. അതിന് നല്ല വെയിൽ വേണം. പിന്നെയുള്ള ചെടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമാണ്. പക്ഷേ ഇതിന് ഒരിത്തിരി വാട്ടം വന്നിട്ടുണ്ട്. അപ്പം ഞാനത് വെയിലത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം കൊഴിഞ്ഞ് പോയി തുടങ്ങി.
ഇത് വീണതല്ല കേട്ടോ, അവനിങ്ങനെ വെയിലത്ത് കിടക്കുന്നതാണ്. എന്ത് ഉദ്ദേശിക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇസാക്കേ കളിച്ചാണോ? ആ കളിച്ചോ. പിന്നെ ദേ ഇവിടെയും ഈ വിൻഡോൻ്റെ സൈഡിലും നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഈ പൂ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഈ കളർ നല്ല വെൽവെറ്റ് പോലത്തെ ഒരു കളറാണിത്. പിന്നെ വൈറ്റും ബ്ലൂവും പിന്നെ ഈ ചെടിയും കൂടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നത് ഇതൊരു പോസ്റ്റ് ഓഫീസാണ്. ഇത് പോസ്റ്റ് ഓഫീസാണ് മെയിൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. സമയം ഒരു 4 മണിക്കായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ അടുത്തുള്ള റവേ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് നമ്മൾ രണ്ടുപേരും ഒന്ന് പോകുന്നത്. ലെസു ഇസാക്ക് ഉറങ്ങാണ്. നമ്മുടെ വീട്ടിൽ അപ്പയുണ്ട്, ഇവരുടെ അപ്പയുണ്ട്. അത് കാരണമാണ് ഹോം ഓഫീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ. അപ്പോൾ ആളുടെ ഏൽപ്പിച്ചിട്ട് അവൻ ഉറങ്ങാണ്. അപ്പോൾ എഴുന്നേക്കാണെങ്കിൽ റോബിൻ നോക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ സമയത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊരു പള്ളിയാണ് കേട്ടോ. ഇവിടെ മാതാവിൻ്റെ ഒരു രൂപം യേശു പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. യേശു പറഞ്ഞത് വീഡിയോയിൽ കാണിക്കാൻ അല്ലേ? യേശുവിന് ഇഷ്ടം മാതാവിനെ? അത് ഈശോനെയാണോ ഇഷ്ടം? ഈശോ. ഓക്കെ. അപ്പോൾ അവിടെ കാണുന്നതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് റവേ. പോവാം നമുക്ക്. റവയിൽ വന്നപ്പോഴാണ് നമ്മുടെ വെണ്ടക്കായ ഉണ്ടല്ലോ, വെണ്ടക്കായനെ ഇവരിങ്ങനെ വെച്ചിരിക്കുന്നു. ഒക്ര സുൽത്താനി പിക്കിളാണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്, വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഫുഡ് അടിച്ച് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സിനിമയൊക്കെ കണ്ട് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും ഇസാക്ക് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അപ്പോൾ ഇസാക്കിന് ഫുഡ് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ള ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിരുന്നു. പിന്നെ ഇനി വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.